പൊതുവേ ഇങ്ങനെയുള്ള വീഡിയോയിൽ ഞാൻ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാത്തതാണ്. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ചില മനുഷ്യരുണ്ട് അവർക്ക് തോൽവി സമ്മതിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണൽ ലൈഫിൽ തന്നെ അവർക്ക് തോൽവി സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഫുട്ബോളിനോട് ഒരു പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടാവില്ല. അവർ സപ്പോർട്ട് ചെയ്യുന്ന ടീം, അത് ഏതോ ടീം ആയിക്കോട്ടെ, അത് തോറ്റു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുക അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിൽ, അതായത് ആ ടീം തോറ്റു കഴിഞ്ഞാൽ അത് സ്വയം തോറ്റ പോലെ അവരങ്ങ് ഏറ്റെടുക്കും. ഈവൻ ആ ടീമിൽ അത്രയും മെമ്പേഴ്സ് ആ തോൽവി അംഗീകരിച്ച് ഇനി ഭാവിയിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്ന് അക്സെപ്റ്റ് ചെയ്തായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പോലും ഈ ഫാനുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരെന്തൊക്കെ പറയും, ഈ റഫറിന്റെ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഫിഫ ഒത്തു കളിക്കുന്നത്. അതാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത. ഫിഫ ഓടി വന്ന് ഈ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നുണ്ടോ, പറയുന്നതിന് ഒരു ന്യായം വേണ്ടേ? നിങ്ങളൊരു കാര്യം വാദിക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു റീസൺ വേണം അല്ലേ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു റീസൺ വേണം. അപ്പോൾ മെസ്സി ഫിഫേൻ്റെ ടീമാണ്. ഞാനൊരു അർജന്റീന ഫാനാണ്. ഞാൻ മെസ്സിനെ അത്രത്തോളം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ ഞാനൊരു വ്യക്തിനെ ഇത്രത്തോളം ആരാധിക്കുന്നുണ്ടാവില്ല ആഫ്റ്റർ അബ്ദുൽ കലാം. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഈ ക്യാപ് വെർദേൻ്റെ മത്സരം ഉണ്ടായിരുന്ന സമയത്ത് അവരെ ഡിഫൻസ് കണ്ടിട്ട്, അതായത് അർജന്റീനക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ടീമിൻ്റെ ഡിഫൻസ് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഡിഫൻസ്, എന്താ ഗോൾ കീപ്പറെ കഴിവ് എന്നുള്ള കാര്യത്തിൽ സീരിയസ്ലി എനിക്ക് ഒരു സ്റ്റേജിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ എന്നുപോലും ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത്രത്തോളം ഞാൻ മെസ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് പോലും, കാരണം അതാണ് ഒരു യഥാർത്ഥ ഫുട്ബോൾ സ്നേഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമുക്ക് ഓപ്പണൻ്റ് ആയിട്ടുള്ള ഏതൊരു ടീമാണെങ്കിലും അവർ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ടീമിനെ തോൽപ്പിക്കുന്ന തരത്തിൽ ടാലൻറ്റഡ് ആണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ആ വിന്നിൻ്റെ അടുത്ത് നമുക്ക് ഈ ചൊറിച്ചിനൊന്നും വരില്ല. കാരണം നമുക്കത് മനസ്സിലാവും. കാരണം അങ്ങനെയാണ് യഥാർത്ഥ ഫുട്ബോൾ സ്നേഹികൾ എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാത്ത വെറും ഒരു അന്ധമായിട്ട് ഓരോ ടീമിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെ ഓരോ വ്യക്തികളെ സപ്പോർട്ട് ചെയ്ത് തെറ്റിനെ അംഗീകരിക്കാതെ, അല്ലെ ശരീനെ തെറ്റായി കാണിച്ച് ഇങ്ങനെ ഭയങ്കര വൃത്തിയുടെ ക്യാരക്ടറാണ് അത് ആക്ച്വലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. ഞാൻ ഈ ഒരു ഫുട്ബോളിൻ്റെ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതായത് തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്കുള്ളിലുള്ള ആ ഒരു മോശം പേഴ്സണാലിറ്റിയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. യു ഷുഡ് വർക്ക് ഓൺ ദാറ്റ്. സീരിയസ്ലി യു ഷുഡ് വർക്ക് ഓൺ ദാറ്റ്.